ഇന്ന് ഞാനൊരു ബക്കറ്റ് ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും കണ്ടു നോക്കൂ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് സ്റ്റീലിൻ്റെ ബക്കറ്റാണ്. അതിലേക്ക് ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം. വാനിലേൻ്റെ നല്ല ഐസ്ക്രീമാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ലെയർ ഫില്ല് ചെയ്യുന്നത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അത് പല രീതിയിലും നമുക്ക് ഓരോരുത്തർക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് നൂൽസേമിയാണ്. നൂൽസേമിയയും പാൽപ്പൊടിയും പഞ്ചസാരയും കൂടി വറുത്തെടുത്തതാണിത്. ഐസ്ക്രീമിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാം. കൈകൊണ്ടാണ് ഇട്ടുകൊടുക്കുന്നത്. സ്പൂണിൽ കോരിയാൽ കിട്ടൂല. അപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന് മുകളിൽ വീണ്ടും ഐസ്ക്രീം തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഐസ്ക്രീമോ അല്ലെങ്കിൽ ചോക്ലേറ്റോ ഇഷ്ടമുള്ള മാതിരി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വാനിലേൻ്റെ ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വാനില ഐസ്ക്രീം ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ലെവൽ ചെയ്തെടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് ഞാനിത് ലെവൽ ചെയ്ത് കൊടുക്കണം. ഐസ്ക്രീം ആയതുകൊണ്ട് പെട്ടെന്ന് വെള്ളമാവും. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കണം. അപ്പോൾ അത് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. നട്ട്സ് ഏത് രീതിയിലുള്ള നട്ട്സും നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ബദാമും അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരി അതിന് കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മാങ്ങയാണ്, ഡ്രൈ മാങ്ങയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിന് മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളെ കയ്യിലുള്ളത് എന്താണോ അതിട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ചോക്ലേറ്റിൻ്റെ പീസുകളും അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നട്ട്സാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നട്ട്സിൻ്റെ ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ ഇളനീറിൻ്റെ ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അടിയിൽ വാനിലേൻ്റെ ഐസ്ക്രീമാണ്, മുകളിൽ ഇട്ട് കൊടുക്കുന്നത് ഇളനീറിൻ്റെ ഐസ്ക്രീമാണ്. ഇനി ഇത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. കുറച്ച് കൂടുതൽ ഐസ്ക്രീം തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഐസ്ക്രീം കൂടുതൽ ചേർക്കുന്നത്. ഇത് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇതിന് മുകളിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കൊക്കനട്ട് മുട്ടായിയാണ്. നല്ല അടിപൊളി കൊക്കനട്ട് മുട്ടായി ഉണ്ട്. അതാണ് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് സേമിയ ഞാൻ ഇതിന് മുകളിൽ വെറുതെ ഗാർണിഷിന് വേണ്ടി ചുരിതെറിയതാണ്. ഇനി മുട്ടായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഉള്ളിൽ ഫില്ലിംഗ് ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, മുകളിൽ വെക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. വാനിലേൻ്റെ ഐസ്ക്രീമും ഇളനീറിൻ്റെ ഐസ്ക്രീമും പിന്നെ സേമിയയും ഒക്കെ കൂടി ചേർന്ന് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. പുറത്തുനിന്ന് വാങ്ങി കഴിക്കണക്കാട്ടി നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് പൈസ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങണ്ട, വീട്ടിലുണ്ടാക്കാം. കുറച്ച് സാധനങ്ങൾ കുറച്ച് പൈസയായിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് എടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക. പുതിയ നട്ട്സൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല പുതിയ സേമിയയും പാക്കം ചെല്ലാത്ത സേമിയയും കാര്യമൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുക. ഒന്നിച്ച് ഇളക്കിയിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.